പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണോ, ഒരു സംരംഭകനാണോ എങ്കിൽ ഉറപ്പായും ഇത് കാണുക, ഈ വീഡിയോ കാണുക. ഇല്ലെങ്കിൽ അപകടമാണ്, ഉറപ്പാണ്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെ ഒരു സംരംഭത്തെ അല്ലെ ബിസിനസ്സിനെയൊക്കെ വിജയിപ്പിക്കാം, അല്ലെ പരാജിതരെ എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ നിരവധിയായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പരിശീലനം നേടുന്നത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താനാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ഒരു വിഷയം എന്താണെന്നറിയോ, വിജയിച്ച് നിൽക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഉറപ്പാണ് ഈ വിജയങ്ങൾ ഏത് സമയവും നമ്മുടേതായ കാരണത്തല്ലാതെ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെടാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവഹാനി പോലും സംഭവിക്കാം എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലില്ലേ. നമുക്കറിയാം, നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന CJ റോയിയുടെ അല്ലേ, എല്ലാം സെൽഫ് മെയ്ഡ് മാനായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് ലോകത്തിലെ വ്യവസായികളായിക്കോട്ടെ, ബിസിനസ് സംരംഭകർ, ഒരുപാട് രംഗത്തുള്ളവരും അത്യുജ്വലമായ രീതിയിൽ പരമ്പരാഗതമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. മറ്റൊന്ന് സ്വപ്രയത്നത്താൽ ബിസിനസ്സിൽ വിജയത്തിൻ്റെ വെന്നിക്കുറി പറിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിൽ ഒരു തിരിച്ചടിയോ തകിടം മറിച്ചിലോ ഒക്കെ ഉണ്ടാകും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? ചിലർ ജയിലിൽ പോകുന്നല്ലേ, വലിയ വലിയ അതിസമ്പന്നർ. ഇനിയിപ്പം പല രാജ്യങ്ങൾ ഭരിച്ചിരുന്ന, പ്രഥമ സ്ഥാനം വഹിച്ചിരുന്ന ഭരണാധികാരികൾ പോലും ലാസ്റ്റ് എന്താകുന്നു, പെട്ടുപോകുന്നുണ്ട്, ജയിലിലേക്ക് ആകുന്നുണ്ട്. ഇതൊക്കെ ഈ ഡ്യൂറിങ് നമ്മുടെ ലൈഫ് സ്പാൻ, ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ. ഇതിനൊക്കെ പിന്നിലൊരു കോസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് അറിഞ്ഞു പോയാലുള്ള ഗുണം എന്താ? ഇത് അപകടമെന്ന് പറയാൻ കാരണം, ഇത് അറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ് പേഴ്സൺ ആയിരിക്കാം, ബൈ പ്രൊഫഷണൽ എന്തായാലും. പക്ഷേ അത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിന്ന് പോകണമെങ്കിലോ, ഭാവിയിൽ ഇതൊരു ഡൗൺ സ്റ്റെപ്പിലോട്ട് പോകാതിരിക്കണമെങ്കിലോ, നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട, ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടമെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പം എന്താണ് ഇതിൻ്റെ കാരണം? ഇപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ പല വിശ്വാസങ്ങളിലേക്ക് പുറകെ പോകും അല്ലേ. വലിയ ഹോമങ്ങളും പൂജകളും, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ മുറുകെ പിടിയും ചില ബിസിനസ്സുകാരൊക്കെ. ആ ശക്തിയാണ് എന്നെ നിർത്തുന്നത് എന്നൊക്കെ പറയും. എന്നില്ലാതെ തന്നെ അതിൻ്റെ ഇരട്ടി ഒരു ശക്തി ആഞ്ഞു വീശി കഴിഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഇപ്പം ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പ്രപഞ്ചം എപ്പോഴും ചലനാത്മകമാണ്, അതിൻ്റെ ഭാഗമാണ് നമ്മൾ. ഇവിടെ ഒന്നും സ്ഥിരമല്ല, ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഒന്നും സ്ഥിരമല്ലല്ലോ. അപ്പം നമുക്ക് മാത്രം കിട്ടിയിരിക്കുന്ന കുറച്ച് ജീവിത കാലഘട്ടത്തിൽ ഇതിനിടയിലും ഈ അസ്ഥിരത ഉണ്ടാകാം ഏതവസ്ഥയിൽ. ഇതിൻ്റെ കാരണം, പ്രസൻറ്റ് ലൈഫിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പലതും നമ്മൾ നേരിട്ട് ചെയ്യാത്തതിൻ്റെ അപ്പുറമുള്ളതും അനുഭവിക്കുന്നുണ്ട്. പല ബിസിനസ്സിനും നമ്മൾ കുറച്ച് എഫർട്ട് എടുത്താൽ കൂടുതൽ ഗെയിൻ ഉണ്ടാകുന്നില്ലേ. ഈ ബിസിനസ്സുകാരൻ്റെ തലയിൽ ഉദിച്ച ആശയം അല്ല അയാളുടെ പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ അയാൾക്ക് വേണ്ടി പണിയെടുത്ത് വർക്ക് ചെയ്തുകൊണ്ടല്ലേ അയാളിലേക്ക് സംരംഭകനായിട്ട് എത്തിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതൊരു ഗ്രേസും കൂടെ വേണം. ഈ ഗ്രേസിനെ പറയുന്ന പേരാണ് സുഹൃതം എന്ന് പറയും, മുജ്ജന്മ സുഹൃതം. നമ്മളിപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുന്നവർ ഇപ്പോൾ അനുഭവിക്കുന്ന നല്ലത് ചീത്തയുള്ള അനുഭവങ്ങളുടെ പിന്നിൽ ഒന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതിന് സഞ്ചിത കർമ്മമുണ്ട്. രണ്ടാമത് ജനിതക കർമ്മമുണ്ട്, ജീനുകളിലൂടെ പകർന്നു കിട്ടും. അതായത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള 7 തലമുറ ബാക്കിലോട്ടുള്ളവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളുടെ എഫക്റ്റ് പ്രസൻറ്റ് ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് കണ്ണിയിലുള്ള നമ്മളുടെ ജീവിതത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് പലരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ലോട്ടറി അടിച്ചാണ് കഴിയുന്നത്. ഇനി പ്രസൻറ്റ് ലൈഫിൽ ഒരു ബിസിനസ്സുകാരൻ്റെ മോൻ ചെറുപ്പം മുതലേ ബിസിനസ് കണ്ടു വളർന്ന് അവൻ്റെ അധ്വാനത്തിലൂടെ അവൻ വിജയിച്ച് വരുമ്പോഴും ഈ ഗ്രേസും കൂടെ കിട്ടുന്നതുകൊണ്ടാണ് അത്യുജ്വലമായ ഈ പുതിയ കാലഘട്ടത്തിൽ വരാൻ സാധിക്കും. അപ്പം ജനിതകമായിട്ട് കിട്ടിയിരിക്കുന്ന ചില പവറും കൂടെ കിട്ടുമ്പോഴാണ് സക്സസ്. ഇതോടൊപ്പം തന്നെ ഈ എഫക്റ്റിൽ ഇതിലേതെങ്കിലും പരമ്പരയിലെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളും ഏത് സന്ദർഭത്തിലും സഞ്ചിതത്തിൽ നിന്ന് വന്നതും ജനിതകത്തിൽ നിന്ന് വന്നതും പ്രസൻറ്റ് ലൈഫിൽ ട്രിഗർ ചെയ്ത് വരാം, പൊങ്ങി വരാം. ഈ സമയത്താണ് പല വിധേയന ക്ലേശങ്ങൾക്കുള്ള എഫക്റ്റ് ഉണ്ടാകും. ക്ലേശം, തടസ്സങ്ങൾ, ചലഞ്ചുകൾ. അപ്പോൾ പലരും പേര് ഇത്ര നന്നായിട്ട് ജീവിച്ച് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നയിച്ചുകൊണ്ടിരുന്ന ആളാണ്, സ്വപ്രയത്നത്താൽ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഈ ചിലവരെ വ്യക്തികളാണ്, അവർ തന്നെ അഹങ്കരിക്കാറുണ്ട്. ശരിയാണ്, ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ സെൽഫ് മെയ്ഡ് മാനാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ്,
അവർ അധ്വാനത്തിലാണ്. ഇത് ടെമ്പററി വളർച്ചയാണ്. പക്ഷേ ഈ കാർമിക് അക്കൗണ്ട് ഏത് സമയത്താണ് പൊങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ കാർമിക് അക്കൗണ്ട് നെഗറ്റീവ് ആണെങ്കിൽ കർമ്മദോഷമെന്നും അത് പോസിറ്റീവ് ആണെങ്കിൽ സുഹൃത്തുമെന്നും പറയും. അപ്പോൾ ഈ പോസിറ്റിവിറ്റിയാണ് ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രസൻറ്റ് ലൈഫിൽ ആർജിച്ച കഴിവുണ്ട്, അങ്ങനെയുണ്ട്. 3 കാർമിക് എഫക്റ്റുകളാണ്, അക്കൗണ്ടാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ എനർജി ഫീൽഡിലുള്ളത്. നിങ്ങളുടെ ഇപ്പം ആധുനിക ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്, അല്ല ആത്മാവിൽ അടിഞ്ഞു കൂടിയിരിക്കും. ഒന്ന് വന്നപ്പോഴേ കൊണ്ടുവന്ന് മറ്റൊന്ന് ജനിതകം, പിന്നെ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ എത്ര അക്യൂർ ചെയ്തോ ആർജിച്ചോ, ഇതിൻ്റെ 3 എഫക്റ്റും ഉള്ളിലുണ്ട്. ഇതിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവായിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ ട്രിഗർ ചെയ്യാൻ പൊങ്ങി വരാം. ഇത് നിങ്ങളുടെ ബുദ്ധിയെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കൊടിയ പ്രസ്ഥാനം നടത്തുന്നവരായാലും അത് സ്റ്റാഫിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകാം, പാരപണിച്ചിലുണ്ടാകാം, നമ്മളോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പലരും പോയി വേറെ പ്രസ്ഥാനം തുടങ്ങി നിങ്ങളുടെ ക്ലയൻറ്റിനെ അവരടിച്ചുകൊണ്ട് പോകാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പല കടങ്ങളുണ്ടാകാം, നമ്മളെ സഹായിക്കാവുന്നവർ പറഞ്ഞ് കൃത്യസമയത്ത് സഹായിക്കില്ല, ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ നിങ്ങൾ കഴിവുള്ളവരാണ്, നിങ്ങൾ ആ നല്ലതുപോലെ ആ ബിസിനസ്സെ പറ്റി നല്ല ബ്ലൂ പ്രിൻ്റ് വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ്, അത് തെളിയിച്ചിട്ടുള്ളവരുമാണ്. പക്ഷേ നിങ്ങളിലൂടെ പലരും രക്ഷപ്പെട്ടു പോകുക മാത്രമല്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഉപദ്രവിക്കുകയും കൂടെ ചെയ്താലോ? ഇതെല്ലാം തന്നെ ഈ കാർമിക് എഫക്റ്റ് ഏത് സമയത്തും പൊങ്ങി വരുമ്പോൾ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? എന്താ, ഈ നല്ല കാലത്ത് തന്നെ എന്ത് വേണം, നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ യൂസർ മാനുവൽ നമ്മളിൽ പ്രവർത്തിക്കുക? ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ, ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ഇരുട്ടടുത്തേക്ക് അടുക്കില്ലല്ലോ അല്ലേ? ഇവിടെ എപ്പം മങ്ങലേക്കും അപ്പോൾ ഇരുട്ട് കയറാൻ തുടങ്ങും. അത് വരാതിരിക്കാൻ ഡെയിലി മെയിൻ്റനൻസിനായിട്ട് ഇത്രയും നാൾ ഒരുപക്ഷെ ഉള്ളിൽ കിടക്കുന്ന കാർമിക് അക്കൗണ്ടിനെയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് എടുത്ത് കളയണം. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കളഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ഡെയിലി നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു 15-20 മിനിറ്റ് നമ്മൾ മറ്റു പല കാര്യങ്ങളും വ്യവഹരിക്കാറുണ്ട്. രാവിലെ നിങ്ങൾ നടക്കാൻ പോകുന്നവരാണ്, ജിമ്മിൽ പോകുന്നവരാണ്, ബിസിനസ് പ്ലാനിങ് നടത്തുന്നവരാണ്, നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പ്രയോറിറ്റി കൊടുക്കാറുള്ള ബിസിനസ്സുകാർ. മെയിനായിട്ടും പ്രയോറിറ്റി തന്നെ കൊടുക്കുക. ബിസിനസ്സുകാർക്ക് പൊതുവേ ഉള്ള എന്താ, അവർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. പല കാര്യങ്ങളും അപ്ഡേറ്റ് ആയിരിക്കും വെച്ചാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും ബിസിനസ്സുകാർക്ക്. ആ സെൽഫ് ഡിസിപ്ലിനിലൂടെയാണ് അവർക്ക് എന്തുണ്ടാകുന്നത്, ഒരു സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. സെൽഫ് ഡിസിപ്ലിനോട് മാത്രമേ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സെൽഫ് കോൺഫിഡൻസ് ആണ് അവരെ ലീഡ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കാർമിക് എഫക്റ്റ് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്താ തെളിവെന്ന് ചോദിച്ചാൽ പലരുടെയും ജീവിതമായിട്ട് നമ്മൾ ഒത്തുനോക്കുക. അതിനെന്ത് വേണം, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഉറയിൽ ബാധിച്ചിരിക്കുന്ന, ഗ്രസിച്ചിരിക്കുന്ന, ഇത്ര നാളത്തെ വേലും ഉണ്ട്, ഇത്ര നാളും പൊങ്ങി വന്നിട്ടില്ല, അതിനെയൊക്കെ ഒന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് കളഞ്ഞ് ഇനി വരാതിരിക്കാൻ വേണ്ട പ്രാക്ടീസ് സ്വയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 15-20 മിനിറ്റ് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്ന്, ഇത് ഹാർഡ്വെയറാണ്. ശരീരവും അതിനോടനുബന്ധമായ ജീവിത ക്രമങ്ങളെല്ലാം ഹാർഡ്വെയർ എഫക്റ്റാണ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മളുണ്ട്. ഈ സോഫ്റ്റ്വെയറിനെയും ക്ലീൻ ചെയ്യാനും എനർജൈസ് ചെയ്യാനും നമ്മൾ തന്നെ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര അത്യുന്നതങ്ങളിലാണ് എന്ന് പറഞ്ഞാലും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അത് വരാതിരിക്കാൻ ഒരുപക്ഷെ പലരും ഇതറിയാതെ ജീവിതകാലം നയിച്ച് പോകുന്നുണ്ട്. സക്സസ് ആയിട്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ പോവാം. ഞാൻ അങ്ങനെയുള്ളവരോടല്ല പറയുന്നത്. ഇടക്കാലം കൊണ്ട് നാളുകളെപ്പറ്റി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണമല്ലേ. അത് നേരത്തെ തന്നെ കൺകൂട്ടി ജീവിതത്തിൽ ചിട്ട വരുത്തുന്നതിനുണ്ട് ഈ ഒരു ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് അതൊരു കലയാണ്. നമ്മളെ റിസോഴ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, എനർജൈസ് ചെയ്യാനായിട്ടൊരു കലയാണ്. ആ കല നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്, ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കറക്റ്റായിട്ട് എനർജൈസ് ചെയ്ത് നിർത്താനുള്ള ആ സൂത്രം, ആ ടെക്നിക്ക്, പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ അവർക്ക് സമയമൊന്നുമില്ല പലപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനോ എടുക്കാനോ ഒന്നും. പക്ഷേ കുറച്ച് സമയം ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ പ്രോഗ്രാം ഞാൻ നേരിട്ട് ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ സെൻറ്റർ കൊച്ചിയിലാണ്, നേരിട്ട് വന്നേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ഫുൾ ഡേ ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കാം. ഓരോ വ്യക്തികൾക്കോ 2-3 വ്യക്തികൾക്ക് മാത്രം പേഴ്സണലായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് ഇതറിഞ്ഞ് ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുന്നത്. ഞാൻ പല പല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ രംഗത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല ബിസിനസ്സുകാരെ ഇടയ്ക്ക് തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുമോ, ഒന്ന് റീപ്രോഗ്രാമിങ്, ഒന്ന് കണക്ടിവിറ്റി കറക്റ്റ് ആക്കാമെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പബ്ലിക്കിലേക്ക് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വീഡിയോ വിട്ടു എന്നേ ഉള്ളൂ. അപ്പം ഇത് ശ്രദ്ധിക്കുന്നവർ തീർച്ചയായിട്ടും എത്ര സക്സസ് നിൽക്കുന്നവരും സെൽഫായിട്ട് ഒരു ട്യൂൺ ചെയ്യാനുള്ള, അലൈൻ ചെയ്യാനുള്ള പ്രോസസ്സ് എടുക്കുക. ഓക്കെ, ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി,
നമസ്കാരം.